നമസ്കാരം. പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം. ഹമാസ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ 2 കുട്ടികളെയും കൊന്നത് കഴുത്ത് ഞെരിച്ചാണെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 9 മാസം പ്രായമുള്ള കെഫിർ ബിബാസ്, സഹോദരൻ 4 വയസ്സുകാരൻ ഏരിയർ എന്നിവരെയാണ് ഭീകരർ കൊന്നു തള്ളിയത്. ഇത്തരത്തിൽ തടവിലാക്കപ്പെട്ട നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് സൂചന. നേരത്തെ ഹമാസ് വ്യക്തമാക്കിയിരുന്നത് കുട്ടികൾ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നാണ്. എന്നാൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഇസ്രയേൽ സർക്കാരിന്റെ ദേശീയ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് കുട്ടികൾ ബോംബാക്രമണത്തിലോ വെടിയേറ്റോ അല്ല കൊല്ലപ്പെട്ടതെന്നും കഴുത്ത് ഞെരിച്ചാണ് അവരെ കൊന്നതെന്നും വ്യക്തമായത്. ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദികളായിരുന്നു ഇവർ 2 പേരും. കുട്ടികളുടെ മരണകാരണം ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇസ്രയേലിലെ ഇവരുടെ വീട് ആക്രമിച്ച ഹമാസ് ഭീകരർ കുട്ടികളുടെ അച്ഛൻ യാർദനെയും അമ്മ ഷിരിയെയും കുട്ടികൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയിരുന്നു. യാർദനെ ഈയിടെ മോചിപ്പിച്ചിരുന്നു. കുട്ടികളുടെ അമ്മയായ ഷിരിയും കൊല്ലപ്പെട്ടു എന്ന് അറിയിച്ച ഹമാസ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് കൈമാറിയ മൃതദേഹം ഷിരിയുടേതായിരുന്നില്ല. കുട്ടികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷിരി ബിബാസിന്റെ മൃതദേഹം ഒടുവിൽ ഹമാസ് കൈമാറിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഷിരിയുടെ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയെന്നാണ് റിപ്പോർട്ട്. മൃതദേഹം പരിശോധിച്ചുറപ്പാക്കാനുള്ള നടപടി ഇസ്രയേൽ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ കൈമാറിയ 4 മൃതദേഹങ്ങളിൽ ഷിരിയുടേതില്ലായിരുന്നുവെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു. പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് ലഭിച്ചത്. ഇത് പരിശോധിക്കുമെന്ന് അറിയിച്ച ഹമാസ് പിന്നീടാണ് യഥാർത്ഥ മൃതദേഹം കൈമാറിയത്. എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഷിരി മരിച്ചത് എന്ന ആരോപണത്തെ ചൊല്ലി തർക്കം തുടരുകയാണ്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്നു 32-കാരിയായ ഷിരി ബിബാസും മക്കളും. ഹമാസ് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷിരിയുടെ മൃതദേഹം മറ്റൊരു സ്ത്രീയുടെ മൃതദേഹവുമായി മാറിപ്പോയതാണ് എന്നാണ് ഹമാസ് നൽകുന്ന വിശദീകരണം. അതേസമയം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടതായി ബിബാസ് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഷിരിക്ക് എന്ത് സംഭവിച്ചു എന്ന് തങ്ങളെ അറിയിക്കേണ്ട കടമ സർക്കാരിനുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഷിറിയുടെ മൃതദേഹം എന്ന പേരിൽ ഹമാസ് അയച്ചത് ആരുടെ മൃതദേഹമാണെന്ന് ഹമാസ് ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേൽ അംബാസിഡറും ഷിറിയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 19 മുതൽ 19 ബന്ദികളെ വിട്ടയച്ചതിന് പകരമായി 1100 ഫലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയച്ചിരുന്നു.